തറാവീഹ് നമസ്കാരത്തില് ഇമാമ് സുദീർഘമായിട്ട് പാരായണം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചില മഅ്മൂമീങ്ങൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പല ആളുകളും ജോലിയൊക്കെ ക്ഷീണിച്ചു വരുന്നതാണ്. അപ്പൊ അത് അവരോട് പറഞ്ഞപ്പോ അവിടെയുള്ള ആളുകൾ പറയുന്നത് വെച്ചാല് വല്ലാതെ പ്രയാസമുള്ള ആളുകൾ ഇരുന്ന് നമസ്കരിച്ചോളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു നിലപാടിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഒരു ഇമാമിന്റെ കൂടെ രാത്രി മുഴുവനായിട്ട് നമസ്കരിച്ച കൂലി കിട്ടാൻ ആ ഇമാമ് നമസ്കാരം തീരുന്നത് വരെ തന്നെ നമസ്കരിക്കേണ്ടതുണ്ട്. ആ നമസ്കാരം നമുക്ക് വേണമെങ്കിൽ കഴിയുമെങ്കിൽ നിന്നിട്ട് തന്നെ നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇനി നിന്ന് നമസ്കരിക്കാൻ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരുന്ന് നമസ്കരിക്കുന്നതിന്, പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുന്ന് നമസ്കരിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല. പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് ഒരൽപ്പം ബുദ്ധിമുട്ടിയിട്ടാണ് എങ്കിലും നിന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഹയറായിട്ടുള്ളത്. എന്നാൽ അത്തരം ആളുകൾക്ക് ഇത്തരം സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുന്ന് നമസ്കരിക്കുക എന്നത് അനുവദനീയമാണ്. അപ്പോൾ അതിന്റെ പ്രതിഫലം പകുതി കുറയും എന്നതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിന്ന് നമസ്കരിക്കാൻ ഒരൽപ്പം പ്രയാസമുണ്ട് എങ്കിലും കഴിയും എങ്കിൽ നിന്ന് തന്നെ നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ തറാവീഹ്, തഹജ്ജുദ് എന്നൊക്കെ പറയുന്നത് ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന നമസ്കാരം തന്നെയാണ്. മറ്റ് ഫർദ് നമസ്കാരങ്ങൾക്കാണ് മഅ്മൂമിങ്ങളെ പരിഗണിച്ചുകൊണ്ട് നീട്ടുകയും ചുരുക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നത്. അഥവാ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരും നീട്ടി നമസ്കരിക്കാൻ താല്പര്യമുള്ളവരുമാണെങ്കിൽ ഫർദ് നമസ്കാരങ്ങൾ നീട്ടി നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ആയത്തുകളൊക്കെ ഓതിക്കൊണ്ട് നമസ്കരിച്ച ഫർദ് നമസ്കാരങ്ങളുണ്ട്, സുബഹി നമസ്കാരമൊക്കെ. അപ്പൊ അങ്ങനെ നമസ്കരിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഫർദ് നമസ്കാരം നീട്ടിയതിന്റെ പേരിൽ സ്വഹാബികളിൽ വളരെ പ്രമുഖനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ശകാരിച്ച, ശക്തമായി അദ്ദേഹത്തെ ശാസിച്ച രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോ അവിടെയുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ കൂടുതൽ നീട്ടി നമസ്കരിക്കുന്നത് പ്രയാസമുള്ളവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീന പള്ളിയിൽ നമസ്കരിക്കുന്ന ആളുകൾ ദീർഘമായി പ്രവാചകൻ നമസ്കരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഓരോരുത്തരുടെയും സൗകര്യങ്ങളുടെയും താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഫർദ് നമസ്കാരമാണ് നീട്ടിയും ചുരുക്കിയും ഒക്കെ നമസ്കരിക്കാൻ പറ്റുന്നത്. എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുന്നത്, സുന്നത്ത് നമസ്കാരങ്ങൾ സുബ്ഹിക്ക് മുമ്പുള്ള നമസ്കാരം ചുരുക്കി നമസ്കരിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. ബാക്കി ഏത് സുന്നത്ത് നമസ്കാരവും ഏറ്റവും നീട്ടി നമുക്ക് വളരെ ആശ്വാസത്തിലും സമാധാനത്തിലും ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണവും ഒക്കെ ചൊല്ലിക്കൊണ്ട് നമസ്കരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അതിൽ ഏറ്റവും പ്രധാനം തഹജ്ജുദ് നമസ്കാരം അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നമസ്കാരം, ഖിയാമു റമദാൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ തറാവീഹ് നമസ്കാരം തന്നെയാണ്. അത് ദീർഘമായി നിന്ന് നമസ്കരിക്കേണ്ടുന്ന നമസ്കാരം തന്നെയാണ്. അതില് ആ ഇമാമിനെ നമ്മൾ കുറ്റം പറയുകയോ അതിന് ഒരു പ്രശ്നം സൃഷ്ടിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അപ്പോ ആ ഒരു രംഗത്ത് നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ഒരല്പം പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും നിൽക്കാൻ തന്നെ സാധിക്കുമെങ്കിൽ അതിന്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി നിന്ന് തന്നെ നമസ്കരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇനി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇരുന്ന് നമസ്കരിക്കുന്നതിനും പ്രയാസമില്ല, പക്ഷേ പ്രതിഫലം കുറയും. ഒരാൾക്ക് ഇരുന്ന് നമസ്കരിക്കുന്നത് കൊണ്ട് പ്രതിഫലം കുറയാതിരിക്കുന്നത് അയാൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ഘട്ടങ്ങളിലാണ്. എന്നാൽ നിന്ന് നമസ്കരിക്കാൻ കഴിയും, ഒരല്പം പ്രയാസപ്പെട്ട്. ആ ഒരു പ്രയാസം സഹിക്കാതെ അയാൾ ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലമാണ് കുറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന് വേണമെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം, പ്രതിഫലം കുറയും എന്നതാണ് മനസ്സിലാക്കാവുന്നത്. വല്ലാഹു അലം.